ഹലോ! എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും 8-10 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുന്നവരെ, അധികം മൂപ്പിക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കിലോ ചിക്കനാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്, എത്രയൊക്കെയാണ് വേണ്ടതെന്നാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളും ചേർക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ 1 കിലോയാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്നതിൻ്റെ ഇരട്ടി ചേർക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1/2 കിലോ ചിക്കന് വേണ്ടിയിട്ട് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് സ്ലൈസ് ചെയ്ത് ഞാനിപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും സവാള വഴറ്റാൻ വേണ്ടിയിട്ടാണോ ഉപ്പിടുന്നതെന്നല്ല, നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ സവാള വഴന്നും കിട്ടും, പാകത്തിനുള്ള ഉപ്പുമായി അല്ലേ. അപ്പോൾ സവാള എല്ലാം എന്താ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മളൊരു വലിയ തക്കാളി തന്നെയാണ് കേട്ടോ, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞതാണ്, അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരും. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ്. അധികം പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഇല്ല, ഒരു 1/4 ടീസ്പൂണും 1/2 ടീസ്പൂണിൻ്റെ ഇടയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഗരം മസാല വേണം, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൊടികളെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ കുരുമുളക് പൊടി കൂടി ഇടുന്നുണ്ട്, പക്ഷേ അത് ഇപ്പോഴല്ല കേട്ടോ, അത് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിതിൽ വേറെ ഇനി ചിക്കൻ മസാലയൊന്നും ചേർക്കുന്നില്ല, ഇത്രേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഈ പൊടികളെ പച്ചമണം എല്ലാം ഒന്നും നന്നായിട്ട് മാറി വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ ചെയ്യുക, മസാല എല്ലാം നന്നായിട്ട് ചിക്കനിൽ പിടിക്കത്തക്ക വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എനിക്ക് ഈ സംസാരിക്കുന്ന സമയത്ത് ടങ്ക് സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ, അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. എനിക്കിത് ശീലമില്ലാന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ഇളക്കി മസാല എല്ലാം ഇതിൽ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ കറിവേപ്പില കൂടി നന്നായിട്ട് ഇതിൽ പിടിക്കത്തക്ക വണ്ണം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിതിൽ നിന്ന് ചിക്കൻ ചൂടായി വരുമ്പോൾ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം അധികം വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഇളക്കി കൊടുക്കുന്നതെന്ന് ഇതിൽ കാണിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു തീർക്കാമല്ലോ, നിങ്ങൾ എന്തിനാണ് ബോറടിപ്പിക്കുന്നത്. പിന്നെ ഇത് ലാസ്റ്റ് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെള്ളം ഒഴിച്ച് ചിക്കൻ ഒന്ന് വെന്ത് വന്നതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കറി നന്നായിട്ട് കുറുകി വരും, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം കേട്ടോ. കുറച്ച് വെച്ചതിന് ശേഷം ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടണോ, കുരുമുളക് പൊടി ഇടണമെന്ന് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ചിലർക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്, അപ്പോൾ 3/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റ്. ഇത്രയേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാനും ഭയങ്കര പാടൊന്നുമില്ല, ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.